ബിഗ് ബോസ് സീസൺ 7 മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 9. സാബുമോൻ ബിഗ് ബോസ് വീട്ടിലെത്തി. ഇതേ മോർണിംഗ് ടാസ്ക് ആണ്, നമുക്ക് റോസ്റ്റിംഗ് ആണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. എല്ലാവരെയും ലിവിംഗ് റൂമിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ സാബുമോൻ ഓരോരുത്തരെയും പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അറിയാലോ, നല്ല ഹോട്ട് സീറ്റിൽ ഇരുത്തി സംസാരിക്കണ പോലെയൊക്കെ ആയിരിക്കും സംസാരിക്കുക. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്താ പറയുക, എണ്ണയിൽ പൊരിച്ചെടുക്കൂലേ, അമ്മാതിരി സംഭവമാണ് അവിടെ ചെയ്യേണ്ടത്. പക്ഷെ സാബുമോൻ അതിൽ എക്സ്പേർട്ടാണ്. എന്നിട്ടും ആൾ അങ്ങനെ ഒന്നും ചെയ്തില്ല. മേ ബി ഈ കണ്ടസ്റ്റൻസിനോട് പാവം തോന്നിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഗെയിം കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ബിഗ് ബോസ് തന്നെ ഒരു സീക്രട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. ഇത് റോസ്റ്റിംഗ് ആയിട്ടൊന്നും ചെയ്യേണ്ട, അവർക്ക് ഇങ്ങനെയാണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്നൊന്നും മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് അത് പെർഫോം ചെയ്ത്. എന്നിട്ട് ലാസ്റ്റ് സാബുമോൻ പറയുന്നുണ്ട്, റോസ്റ്റിംഗ് ആണ് ശരിക്കും ബിഗ് ബോസ് വന്നത്, പക്ഷെ ഞാൻ റോസ്റ്റിംഗ് ആയിട്ടല്ല ചെയ്തത്, നിങ്ങൾ കുറച്ചുകൂടിയും ഇതൊക്കെ ശ്രദ്ധിച്ച് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞതെന്നുള്ളത് സാബുമോൻ പറയുന്നുണ്ട്. പക്ഷെ പ്രമോയിൽ അതൊന്നും കാണിച്ചിട്ടില്ല. മേ ബി ഇനി എപ്പിസോഡിൽ അതൊന്നും കാണിക്കില്ലായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ടാസ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ലൈവ് മൊത്തം തൂക്കിയത് നമ്മുടെ അനീഷാണ് കേട്ടോ. അനീഷ് ശരിക്കും ഒപ്പോസ് ചെയ്തു. സാബുമോൻ പറഞ്ഞ പല കാര്യങ്ങളോടും എതിർത്ത് തന്നെയാണ് അനീഷ് സംസാരിച്ചത്. എന്താ പറയുക, അനീഷ് കോമണേഴ്സിനെ കുറേ ഇൻക്ലൂഡ് ചെയ്യണം ഈ ഒരു സീസണിൽ, അല്ലെങ്കിൽ ഇനി വരും സീസണിൽ, എന്നാലാണ് ഗെയിം കുറച്ചുകൂടി സ്ട്രോങ് ആവുള്ളൂ. അത് ആ മോർണിംഗ് ടാസ്കിലും അനീഷ് സെയിം കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. റോസ്റ്റിംഗ് ടാസ്കിൽ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ സാബുമോൻ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾക്ക് എന്താണ് തിരിച്ച് പ്രതികരിക്കാനുള്ളത്, അങ്ങനെ വേണം പറയാനെന്നാണ്. പക്ഷെ അനീഷ് കിട്ടിയ അവസരം ശരിക്കും മുതലാക്കി കേട്ടോ. അനീഷ് ശരിക്കും കോമണേഴ്സിന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ സംസാരിച്ചത്. ബാക്കിയുള്ള TV മേഖലയിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ശരിക്കും അഭിനയിച്ച് തന്നെ നിൽക്കുള്ളൂ. കോമണേഴ്സ് ആകുമ്പോൾ അവരെ ശരിക്കും റിയൽ ലൈഫാണ് അവിടെ കാണിക്കുള്ളൂ. സാമോൻ അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, എന്താണ് നിങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്നല്ലേ വന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, സോഷ്യൽ മീഡിയയിൽ നിന്നാണ് വന്നത്, അതിപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഇവിടെ കാണിക്കുന്നത് എൻ്റെ റിയൽ ലൈഫ് തന്നെയാണ്. ഞാൻ ജീവിതത്തിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ ഇവിടെയുള്ളവരെ പോലെ അഭിനയിച്ചിട്ടല്ല നിൽക്കുന്നത്, അതിന് വേണ്ടിയിട്ടല്ല ഞാനിവിടെ വന്നത്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് പല ടാസ്കുകളും എന്താ പറയുക, ഗെയിമൊന്നും മനസ്സിലാക്കാതെയാണ് കളിക്കാൻ പോണെന്ന്. അതിന് മനീഷ് ചുട്ട മറുപടി തന്നെയാണ് കൊടുത്തത്. ഞാനിവിടെ ഗെയിം കളിക്കാനല്ല വന്നത്, റിയൽ ലൈഫിൽ എന്താണോ ചെയ്യുന്നത് ഈ 100 ദിവസം ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, അല്ലെങ്കിൽ ഗെയിം മാത്രം കളിക്കാനായിട്ടല്ല ആരും ബിഗ് ബോസിൽ വന്നെന്നുള്ള രീതിയിൽ. അങ്ങനെ കുറച്ച് എന്താ പറയുക, റോസ്റ്റ് ചെയ്യാൻ വന്ന സാബുമോനെ തിരിച്ച് റോസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അനീഷ് അവിടെ സംസാരിച്ചത് കേട്ടോ. അപ്പോൾ സാബുമോൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇതൊന്നും അനീഷ് പറഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിൽ സാബുമോൻ പറയുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അനീഷ് ആ കിട്ടിയ സ്പേസ് നന്നായി തന്നെ യൂട്ടിലൈസ് ചെയ്തു. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഈ റോസ്റ്റിംഗ് ടൈമിൽ സംസാരിച്ചതൊക്കെ മേ ബി ഒരു ഫ്യൂ സെക്കൻഡ്സ് മാത്രമായിരിക്കും എപ്പിസോഡിൽ വരാം. പക്ഷെ അനീഷിൻ്റെ ആ ഓരോ ഡയലോഗും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോ, ഇന്നത്തെ എപ്പിസോഡിൽ അത് മൊത്തത്തിൽ വരും. അനീഷ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ആ എപ്പിസോഡിൽ ഉണ്ടാവും കേട്ടോ. അതത്രേ ഉള്ളൂ. ടാസ്കിന് ശേഷം എന്നിട്ട് സാബുമോൻ അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അനീഷേ ഇത് സാധാരണ ടാസ്ക് അല്ലേ, അതിന് ഇത്രയും ചൂടായിട്ട് കൈയൊക്കെ ചൂണ്ടി സംസാരിക്കേണ്ട കാര്യമുണ്ടോ? അനീഷ് പൊതുവെ അങ്ങനെയാണ് സംസാരിക്കുന്ന, ആളുടെ ഒരു ശൈലി അങ്ങനെയാണ്. അത് പക്ഷേ ഈ വന്നിരിക്കുന്ന ഗസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് അനീഷിൻ്റെ രീതി മാറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. സാബുമോനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അനീഷിൻ്റെ സംസാര രീതി മാറേണ്ട യാതൊരു ആവശ്യമില്ല. എന്തുതന്നെയാണെങ്കിലും അനീഷ് സ്പോണ്ടേനിയസ് ആയിട്ട് സാബുമോൻ ആ ഡയലോഗ് പറഞ്ഞപ്പോൾ തന്നെ അനീഷ് പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അനീഷ് അവിടെ തന്നെ സംസാരിക്കുകയും ചെയ്തു കേട്ടോ. സാബുമോൻ ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവും, ഏത് നേരത്താണോ എന്തോ ഈ ഒരു ടാസ്കിന് എനിക്ക് വരാൻ തോന്നിയെന്ന് ചിലപ്പോൾ ആൾ ചിന്തിച്ചിട്ടുണ്ടാവും. എന്താണെങ്കിലും അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും വരാം. ബൈ.